നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ കരുതിയത് നിനക്ക് കുറച്ചുകൂടി ധൈര്യം കാണുമെന്ന. അതൊന്നും ഇല്ല അല്ലേ? ഇത് ധൈര്യത്തിന്റെ പ്രശ്നമല്ലമ്മേ, ഒരു വഴക്കുണ്ടാവാതിരിക്കുന്നല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. അവളുടെ കാല് പിടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാ. ഞാനല്ലല്ലോ, അമ്മയല്ലേ പോകുന്നത്. എനിക്കും ഉണ്ട് അഭിമാനം. ഇത്തവണത്തേക്ക് അതൊന്ന് മാറ്റി വെക്കണേ. ഈ കല്യാണം നടന്നാലുള്ള ഗുണങ്ങൾ അറിയാമല്ലോ. ഒരു ഗുണവുമില്ല. നയാ പൈസയുടെ സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു പെണ്ണിനെയാ നീ കെട്ടാൻ പോകുന്നത്. അതിപ്പോ ശേഷിയൊക്കെ വരും. ആദ്യം അമ്മയൊന്ന് പോയി ദേവികൊന്ന് മിരിക്കട്ടോ. ശ്രമിക്കാം. നടക്കുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നടക്കും അമ്മേ, അമ്മ വിചാരിച്ചാ നടക്കും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നേ. പല പ്രശ്നങ്ങളല്ലേ. ഒരു കല്യാണം എന്നൊക്കെ വെച്ചാൽ എന്താ നിന്റെ വിചാരം? ഒരു യുദ്ധമല്ലേ. ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിലേ ശത്രു നമ്മുടെ തലയും കൊണ്ട് പോകും. ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അതുകൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. നിനക്കറിയാമോ, കല്യാണം കഴിഞ്ഞാൽ ഞാൻ താമസിക്കാൻ പോകുന്നത് പൊന്നുമണിയുടെ വീട്ടിലാണ്. അവിടെ നിന്ന് ഞാനൊരു വിലസും. ഇതുവരെ ജീവിച്ച ജീവിതമായിരിക്കില്ല ഇനി അങ്ങോട്ട്. എന്നാ നീ വെക്കടാ, അവരിറങ്ങിയോന്ന് ഞാനൊന്ന് വിളിക്കട്ടെ. നിന്നെ ഈ വേഷത്തിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനാ. അതുകൊണ്ടാവും എന്നെ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടു പോയത്. ഒളിച്ചോടിയവരെ കുറിച്ചും കുറ്റപ്പെടുത്തുന്നവരെ കുറിച്ചും ഓർക്കാൻ പോലും എനിക്ക് നേരമില്ലമ്മായി, മനസ്സുമില്ല. ജീവിതത്തിൽ തനിച്ചായി പോകുന്നവർക്ക് ഒരു ബലം കിട്ടും. എന്തും ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു ബലം, അതാ എനിക്കിപ്പോ ഉള്ളത്. അതുകൊണ്ട് അച്ഛനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊന്നും എന്റെ മനസ്സിളകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ചടങ്ങുകളൊന്നും മുടക്കണ്ട. അതെ, നടതള്ളി വിട്ടുന്നൊരു ചീത്തപ്പേര് കേൾക്കണ്ടല്ലോ. പിന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും വരില്ല. എന്റെ വിധി മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റൂന്ന് നല്ല ബോധം എനിക്കുണ്ട്. കുറച്ചു കാലം ഞാൻ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു. ഇപ്പോഴാ ബുദ്ധി ഉദിച്ചത്. എന്താ ചിരിച്ചത്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് വേണമെങ്കിൽ മാട്രിമോണിയൽ വഴി നല്ലൊരാളെ കെട്ടി പോവായിരുന്നു. അത് ശാശ്വതമാവൂന്ന് തോന്നാത്തത് കൊണ്ട് ഞാൻ ശരവണന്റെ പ്രപ്പോസൽ സ്വീകരിച്ചത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാ നമ്മൾ ജീവിക്കേണ്ടത് എന്ന പാഠം ഞാൻ തിരിച്ചറിഞ്ഞു. പോളിസിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ തെരഞ്ഞെടുപ്പാണ് മോശമായത്. സാരമില്ല, അത് തിരുത്താനുള്ള അവസരം കിട്ടിക്കോളും. എന്നുവെച്ചാ കല്യാണം മുടങ്ങാനുള്ള സാധ്യത ഇനിയും ഉണ്ടെന്നാണോ? സംശയം എന്താ? അതുണ്ട്. നമുക്ക് നോക്കാം ആര് പറയുന്നതാ ശരിയാവാൻ പോകുന്നേന്ന്. സത്യം ജയിക്കും, അതേ എനിക്ക് പറയാനുള്ളൂ. സത്യം ജയിച്ചാ അതിനർത്ഥം നീ ജയിച്ചു എന്നാ. എനിക്കങ്ങനെ ജയിക്കണ്ട. ഈ കേസില് എനിക്ക് തോക്കാനാ ഇഷ്ടം. ശരത് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ പറഞ്ഞൊന്ന് മയപ്പെടുത്താൻ.
എതിർപ്പില്ലാതാക്കണം. അതാണ് അവന്റെ ലക്ഷ്യം. പക്ഷേ ഞാനത് ചെയ്യില്ല.